മൊബിലിറ്റി എക്സ്പോ 2025 നമ്മുടെ ടെൻഡറെ 700ഉം MT-09 വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആരോ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യമഹ MT-09ഉം ടെൻഡറെ 700 എന്ന് പറയുന്ന ഒരു ഇന്ത്യ പര്യടനത്തിന് വന്നിരിക്കുകയാണ്. നല്ല രീതിയിലല്ല അത് പ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പര്യടനം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ട് പോകേണ്ട അവസ്ഥയാവും. ശരിക്കും യമഹ വണ്ടികൾ ഇറക്കുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചർ നോക്കിയിട്ടല്ല, പാസ്റ്റ് നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ടെൻഡറെ വന്നിട്ടുണ്ട്. പിന്നെ എന്നെ പോലെയുള്ള ഒരുപാട് യമഹ ഫാൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് ഫാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അറിയാം, കാരണം ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. യമഹ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ വണ്ടികൾക്കും കളർ മാറ്റി അടിച്ച് കാശ് കൂട്ടുന്ന പരിപാടി യമഹയും വിപുലീകരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ യമഹയ്ക്ക് കിട്ടിയ വലിയൊരു അടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമഹയ്ക്ക് അധികം കളർ ഓപ്ഷൻസ് ഇല്ല. യമഹ റെഡ് അടിച്ച് കഴിഞ്ഞാൽ അത് ഹോണ്ട ആയിരിക്കും, പച്ച അടിച്ച് കഴിഞ്ഞാൽ കവാസാക്കിയാം. ആകെ കൂടെ അവർക്ക് ഒരു ചെറിയ ഗ്യാപ്പാണുള്ളത്. അതിനെ ഞാൻ 50 ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എന്ന് വിളിക്കും.